ഹലോ, എല്ലാവർക്കും സിയ ട്രഡീഷനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ നിങ്ങളെ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, സാന്ത്വറ്റാണ് കുർത്തി. ആ മോഡലിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നമുക്ക് കാണാം. അതിൻ്റെ കട്ടിങ് ഒക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ സാധാരണ നെക്ക് അതിൻ്റെ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യണതിൻ്റെയും ഇത് മാത്രമേ അതിനകത്ത് മെയിനായിട്ടുള്ളൂ. അതെങ്ങനെയാണ് അതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ലെങ്ത്ത്, ചുരിദാറിൻ്റെ ലെങ്ത്ത് എത്ര കിട്ടുമെന്ന് അറിയുന്നതാണ് ഇപ്പോൾ നോക്കുന്നത്. അതിൻ്റെ അളവ് എത്രയാണെന്നുള്ള മെറ്റീരിയൽ എത്ര നമുക്ക് കിട്ടുമെന്ന് ഏകദേശം അറിയണമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമുക്ക് ലൈനിങ്ങുമ്പോൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേമാതിരി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തിലേക്ക് നമുക്ക് ഈ കുർത്തിക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിലേക്ക് അതിന് 1.5 ഇഞ്ച് കയറ്റിയിട്ടാണ് ഞാൻ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് നമ്മൾ കോളറിന് കട്ട് ചെയ്യണ പോലെ ഒരു ഹൈ നെക്ക് പോലെ കയറി നിൽക്കണം. അങ്ങനത്തെയാണ് ഇതിൻ്റെ നെക്ക് വരുന്നത്. ആ നെക്കിൽ നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അടിയിലെ ഫ്ലയർ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്ര ഫ്ലയർ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ ആകെ ടോട്ടൽ 12 മതി. 11 ആണ്. അതിൻ്റെ 1 ഇഞ്ച് കൂട്ടിയാണ് ഞാൻ 12 ആക്കി എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 3ലേക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. 3ലേക്കാണ് എടുത്തേക്കുന്നത്. അത് നെക്ക് ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഒരു 3.5ലേക്കാണ്. 3.5 4 ആയിട്ട് എടുക്കാം. 3.5ലേക്കാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരുന്നത്. അത് നമുക്ക് ബോക്സ് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. കാരണം ഇത് കോളറിന് നമ്മൾ കട്ട് ചെയ്യണ പോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഷോൾഡർ, അപ്പോൾ ഇത് കുറച്ച് ഉള്ളേക്കണതുകൊണ്ട് ഷോൾഡർ കുറച്ച് കൂടുതലായിട്ട് എടുക്കണം. ഒരു 4ലേക്കോ 4.5ലേക്കോ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കോളർ ഒന്ന് റൗണ്ട് ആക്കി ഒന്ന് വരച്ചു കൊടുക്കാം. അത് ഞാനൊന്നൊരു വൈഡ് പോലത്തെ റൗണ്ട് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. 3ൻ്റെ ഉള്ളിൽ തന്നെ അതിന് ആ കോർണറിൽ ജസ്റ്റ് ഒരു 1 ഇഞ്ച് വ്യത്യാസത്തിലാണ് അത് റൗണ്ട് ചെയ്തേക്കുന്നത്. ഞാൻ ഹോൾ കർവ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് സൈസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് എടുത്തേക്കുന്നത്. സ്ലിറ്റിൻ്റെ ലെങ്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്ത് കാണിക്കും. ഇനി നമുക്ക് ഷേപ്പിൻ്റെ വിഡ്ത്താണ് എടുക്കുന്നത്. സ്ലിറ്റിൻ്റെ വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് മാർക്ക് ചെയ്യാം. മറ്റതൊക്കെ 1.5 ഇഞ്ചിലേക്കാണ് ചെസ്റ്റും ഷേപ്പും എടുക്കേണ്ടത്. ഇനി അതൊന്ന് ലൈൻ മേലേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഫ്രണ്ട് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് മാത്രം നോക്കി കട്ട് ചെയ്യുക. ബാക്ക് കത്രിക തൊടരുത്. ഇനി ഫ്രണ്ടിലേക്ക് നമുക്കൊരു പൊളി പോലെ വരുന്നുണ്ട്. അതൊരു 4.5ലേക്ക് എടുക്കാം. 4.5ലേക്കും 3.5ലേക്കും ഒന്ന് എടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ കട്ടിങ് മാത്രം കൊടുത്താൽ ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്യണ്ട. ഇനി ബാക്ക് ഒരു 2ലേക്കാണ്. 2ലേക്കും 1.5ലേക്കും ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക്
ലെങ്ത് എടുത്തേക്കുന്നത് ബാക്ക് നെക്കിന്റെ ലെങ്ത് എടുത്തേക്കുന്നത് ഞാൻ 2ലേക്കാണ് എടുത്തേക്കുന്നത്. ഇനി മേലേന്ന് നമുക്ക് നോക്കാം എത്ര നമുക്ക് നെക്കിന് ഏകദേശം അവിടെ ഒരു കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. വെറുതെ കട്ട് ചെയ്തിട്ട് നമ്മളത് നല്ല പുറത്ത് വെച്ച് ചീട്ടുപുറത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെറുതെ ജസ്റ്റ് നടുവിൽ കൂടെ ഒരു കട്ടിങ് കൊടുക്കുക. ഫ്രണ്ട് ഭാഗം മാത്രം ഒരു 3.5 ഇഞ്ചോ 4 ഇഞ്ചോ താഴ്ത്തേക്ക് ഇറക്കാൻ പറ്റും. ഇനി നമ്മളിത് മെയിൻ ഫാബ്രിക് വെച്ച് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കുക. അത് ഫ്രണ്ടിൽ കട്ട് ചെയ്ത മാതിരി തന്നെ അവിടെയും കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവിനുള്ള തുണിയാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനൊരു 14-14.5 എടുക്കുന്നത്. 14 3 ഇഞ്ച് താഴെ സ്ലോപ്പിംഗ് കൊടുത്ത് സ്ലീവിൻ്റെ കർവ് ഒന്ന് വരച്ചെടുത്ത് എടുക്കും. കൈയുടെ ഓപ്പണിങ്ങിന്റെ ലൂസ് 4.5 അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ചുളുക്കിട്ട് കൊടുക്കണം കാരണം കൊണ്ട് കുറച്ച് അറ്റം വരെ ഞാനത് ആ തുണിയുടെ അറ്റം വരെയാണ് ഞാൻ എടുക്കുന്നത്. കാരണം അതിൻ്റെ ഈ കൈക്കും ഒരു പ്രത്യേകതയുണ്ട്. അതൊരു പട്ട പോലെ വെച്ച് കൊടുക്കണം നമുക്ക്. അപ്പം ഞാനത് അതിൻ്റെ അറ്റം വരെ സാധാരണ ഓപ്പണിങ് എനിക്കൊരു 4.5 അതിനകത്ത് മതി. പക്ഷേ അതിൻ്റെ കൂടെ അറ്റം വരെ കിട്ടുന്ന എത്രയാണ് തുണി അതിൻ്റെ അറ്റം വരെ ഞാൻ എടുക്കുന്നുണ്ട്. അവിടെ ചുളുക്കിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്കൊരു പട്ട വെച്ച് കൊടുക്കണം. ഒരു 2 ഇഞ്ച് വീതിയിൽ ഒരു പട്ട വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുമ്മ സ്റ്റിഫോ ക്യാൻവാസോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ വെച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി സ്റ്റിഫായി നിന്നോളും. ഇതിപ്പോൾ ഞാൻ തുണി തന്നെ 2 എണ്ണം വെച്ചിട്ട് അടിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സ്ലീവിൻ്റെ ഓപ്പണിംഗ് ഭാഗം തുമ്പ് നല്ല ഫ്ലീറ്റ് പോലെ ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ മേലെ 1 ഇഞ്ച് കയറ്റിയിട്ടാണ് നമ്മൾ ഈ പട്ട വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 സ്ലീവിലേക്കുമുള്ള തുണിയാണ് ഞാനിപ്പോൾ ഈ കട്ട് ചെയ്ത് 4 പീസാക്കി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. 2 ഇഞ്ച് വീതിയിൽ മതി. ഇതിപ്പോൾ 2 പീസുള്ളത്. ഈ നെടുവേ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സ്ലീവിലേക്കുള്ളത് നമുക്ക് കിട്ടും. അതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കും. ഇപ്പോൾ 2 സ്ലീവിൻ്റെ തുമ്പത്ത് നമുക്ക് വെക്കേണ്ട പട്ട നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്താണ് നമുക്ക് ഒരു കറക്റ്റായിട്ട് നമുക്ക് എത്ര തയ്യൽ സ്ലീവിൻ്റെ ഓപ്പണിംഗ് ഭാഗം എന്ന് എഴുതി ഇതിനകത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് നിർത്താം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ലീവിന് കട്ട് ചെയ്തേക്കുന്ന തുണീനെ നമുക്കൊന്ന് ഞെറിയിട്ട് ഉള്ളിൽ ചുളിച്ച് കൊടുക്കാം. ഇതിനകത്താണ് സ്ലീവിൻ്റെ ഓപ്പണിംഗ് ഭാഗം കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റ് അതിൻ്റെ വിടത്തിലേക്ക് എടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് ചുളിവിട്ട് കൊടുക്കണം നമുക്ക്. അതിൻ്റെ മേലെ ഈ പൈപ്പ് ഇത് ഇങ്ങനെ അടിച്ച് വെച്ച് കൊടുക്കും. 1 ഇഞ്ച് നീക്കിയിട്ട് ഇങ്ങനെ നീക്കി കൊടുക്കുമ്പോൾ നല്ല ഇതിനകത്ത് നന്നായി ഞെറിയിട്ട് വന്ന് കിടന്നോളും. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാതെ എങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്ക് ഇതേമാതിരി ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ച് വീതിയിലോ നമുക്കൊരു പട്ട ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ക്രോസ് പീസ് ഉണ്ടെങ്കിൽ ക്രോസ് പീസ് ആയാലും മതി. അപ്പോൾ ഇതിനകത്ത് തുണിയിൽ മാറ്റി വെച്ചാൽ പറ്റാത്തത് കൊണ്ട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എടുക്കുന്നത്. ഇത് നമുക്ക് നെക്കിൻ്റെ ഭാഗത്തേക്ക് ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേ തുണി വെച്ചത് തന്നെ നമുക്ക് വേറൊരു പീസുമ്പോഴും സെയിം പീസുമ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇത് തമ്മിൽ യോജിപ്പിച്ചിട്ട് വേണം നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല പുറത്തിട്ടിട്ട് ലൈനിങ് വെച്ച് ആ നടുവിൽ ആ പൊഴിയിട്ടേക്കുന്നത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് ഒന്ന് മറിച്ച് കൊടുക്കാം. അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. ചെരിച്ചു വീനെക്കായിട്ടൊന്നല്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത്. കാരണം നമ്മൾ ആ കട്ടിങ് പറഞ്ഞുകൊടുത്ത് അതിൻ്റെ മേലെ നമ്മൾ ഫ്രില്ല് വെക്കുമ്പോൾ ഒരു ബട്ടൺ വെച്ചിട്ട് ഒരു ലൂപ്പ് വെച്ചിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്.
ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് നമുക്കത് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അതിന്റെ മേലെ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് ആ നെക്ക് ലൈനിങ്ങും കൂട്ടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി ഇതേമാതിരി തന്നെ ബാക്ക് പീസും അതേമാതിരി തന്നെ ലൈനിങ്ങിന്റെ ഒപ്പം വെച്ച് വന്നിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. എന്നിട്ടാണ് ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത്. നമുക്ക് ഫ്രണ്ടും ബാക്കും ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ ഷോൾഡർ കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമ്മ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ഒന്ന് പൈപ്പിംഗ് പോലെ മേലേല് കൊട്ടവശത്ത് ആണ് ഞാനത് അടിക്കുന്നത്. എന്നിട്ട് അത് ഇപ്പോൾ നല്ല വശത്തേക്ക് അത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് കട്ടായി പോയതുകൊണ്ടാണ് കാണാത്തത്. ഇപ്പം ഞാനൊരു ക്രോസ് പീസ് ഇങ്ങനെ ഉള്ളിൽ നിന്ന് 1.5 ഇഞ്ച് വീതിയിൽ എടുത്തിട്ട് ഞാൻ ഉള്ളിൽ നിന്ന് ചീത്ത പുറത്തുനിന്ന് അടിച്ചിട്ട് നല്ല പുറത്തേക്ക് അത് മേലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലൂപ്പ് ഫ്രണ്ട് ആ ഹോളിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലൂപ്പാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. ഒരു ബട്ടൺ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മറിച്ചടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തുന്നി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ലൂപ്പ് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അത് നമുക്കതൊന്ന് കൂട്ടി വെച്ചൊന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പുറത്തൊരു ബട്ടൺ വെച്ച് കഴിഞ്ഞാൽ അതവിടെ നമുക്കത് കൊളുത്തിട്ട് ഇടാം. ലൂപ്പ് ഏത് വശത്ത് നിങ്ങൾ വെക്കണേന്നനുസരിച്ച് അതിൻ്റെ തുമ്പത്ത് വെച്ച് കൊടുക്കണം. ഇതേമാതിരി ഒരു ബട്ടൺമേ കൊള്ളുന്ന രീതിയിൽ വേണം. അതിൻ്റെ അത്രയ്ക്ക് വീതിയിൽ ആണ് അത് കൂട്ടി യോജിപ്പിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കത്ത രീതിയിൽ നമുക്കത് അടിച്ചെടുക്കേണ്ടത്. സാധാരണ നമ്മളിങ്ങനെ ക്രോസ് പീസ് വെച്ച് നെക്ക് വെക്കുമ്പോൾ അത് ഉള്ളിലേക്ക് മറിച്ചിട്ട് ചെയ്യാം, ഫ്രണ്ടിലേക്കും ചെയ്യാം. പക്ഷെ ഞാനിതിപ്പോൾ ഫ്രണ്ടിലേക്ക് തന്നെയാണ് വെക്കുന്നത്. ഒന്ന് ചുറ്റിനും ഒന്ന് അടിച്ച് ഫ്രണ്ടിലേക്ക് പതിച്ച് അടിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ അറ്റത്തെത്തുമ്പോഴാണ് നമ്മൾ അവിടെയാണ് ലൂപ്പ് വെച്ച് കൊടുക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഹുക്കും വെക്കണം. അപ്പോൾ ആ ലൂപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കത്ത രീതിയിലാണ്, പൈപ്പിങ്ങിൻ്റെ ഉള്ളിലേക്ക് കടക്കത്ത രീതിയിലാണ് നമ്മളിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അടന്ന് കെട്ടിട്ട് നിർത്താൻ എന്നിട്ട് ഇനി നമുക്ക് ഈ പീസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ഒന്ന് ഫ്രില്ലിട്ട് കൊടുക്കണം. ഒന്ന് രണ്ടാക്കിയിട്ട് ഒന്ന് അതിൻ്റെ തെല്ലത്തെ കൂടെ ഒരു സ്റ്റിച്ച് ഒന്ന് കൊടുക്കുക. എന്നിട്ട് ലോക്ക് ചെയ്ത് നിർത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ നൂലൊന്നും പിച്ചി പോരാണ്ടിരുന്നോളൂ.
ചെറിയ ചെറിയ ഞെറികളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഞെറികളിട്ടിട്ട് നമ്മളൊരു സ്ട്രിപ്പ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഈ നെക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്, അത് അറ്റത്തേക്ക് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂല് ഇതായി പോരില്ല. ഇനി ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ കോളറൊക്കെ അറ്റാച്ച് ചെയ്യണ പോലെ തന്നെ കോളർ നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്, അങ്ങനെയൊന്നും ചെയ്യേണ്ട. അത് ഉള്ളിൽ നിന്ന് തന്നെ നമുക്കത് പിടിപ്പിച്ച് കോളർ പോലെ തന്നെ അത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചുറ്റിനും അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1 ഇഞ്ച് വ്യത്യാസത്തിലാണ്, കോളർ പോലെ നിൽക്കുന്ന രീതിയിലാണ് ഞാനതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ തെല്ലത്ത് എത്തുമ്പോൾ നമുക്ക് അതൊന്ന് ഉള്ളിലേക്ക് മറച്ച് വെച്ച് അടിക്കണം. കാരണം നമ്മൾ ഞെറിയിട്ട് കൊടുത്തപ്പോൾ മേലെ 2 ഭാഗവും നമുക്കത് ഉള്ളിലേക്ക് ഞെറിയിട്ട് അതിൻ്റെ കട്ടിങ് ഭാഗം കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. നമ്മുടെ നെക്ക് ഇതേ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചിങ് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി അതൊന്ന് ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഒരു സ്റ്റിച്ചും കൂടി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഫിക്സ് ആയിട്ട് നിന്നോളൂ. ഇപ്പൊ നെക്കിന്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിന്റെ സ്ലീവ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സ്ലീവ് ഞാനിപ്പോ ചെയ്യാനായിട്ട് ഒന്ന് ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് അതിന്റെ സ്റ്റിച്ചിങ്ങിന്റെ ആ വിഡ്ത്ത് ഇതിനകത്ത് വരുന്നത് ഞാനൊരു 5ലേക്കാണ് ഇട്ടേക്കുന്നത്, ലൂസായിട്ട് ഇട്ടേക്കാണ്. അപ്പൊ നമുക്ക് അതിന്റെ അടിയിൽ അടിനൂല് വലിച്ച് അതൊന്ന് ചുളുക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 5ലേക്ക് ഇട്ടിട്ട് അതിന്റെ അടിനൂലൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഞെറി കിട്ടിക്കോളും. ഇതേമാതിരി ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഏകദേശം നമ്മുടെ സ്ലീവിന്റെ ഓപ്പണിംഗ് ഭാഗം ഒരു 4.5 ആണല്ലോ ഞാൻ പറഞ്ഞത്. അതിന്റെ തയ്യൽ തുമ്പ് ബാക്കി എക്സ്ട്രാ എടുത്ത് കൂട്ടി നമുക്ക് അത്രയ്ക്കും തയ്യൽ തുമ്പ് 4.5 ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് നമുക്ക് അതിന് ആവശ്യമുള്ള ചുളുക്കിട്ട് കൊടുക്കണം. എന്നിട്ട് അതിന്റെ മേലെ 1 ഇഞ്ച് കയറ്റിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു പട്ട വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ആ പട്ടയുടെ അരികുവശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അതൊന്ന് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതിന്റെ മേലേക്ക് വെച്ചിട്ട് ഒന്ന് 2 സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ അതിന്റെ തുമ്പ് സ്ലീവിന്റെ തുമ്പ് ചെയ്യാന്ന് വെച്ചാൽ അത് അതിന്റെ കരഭാഗം തേരുഭാഗം ആയതുകൊണ്ടാണ് മടക്കി ഒന്ന് അടിക്കാണ്ട് തന്നെ അത് ഫ്രില്ല് പോലെ ആക്കിയേക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തേരുഭാഗം അല്ലാന്നുണ്ടെങ്കിൽ അത് അതിന്റെ തുമ്പൊന്ന് മടക്കിയിട്ട് വേണം അതേമാതിരി ചുളുക്കിട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിന്റെ 2 സൈഡ് 2 വശം ഒന്ന് അടിച്ച് ഒരു പട്ട പോലെ ഒന്ന് നിർത്തണം. ഇനി അതേപോലെ തന്നെ ഈ സൈഡ് ഒന്ന് അടിച്ചു നിർത്താം. അതേ നമ്മുടെ സ്ലീവിന്റെ ഓപ്പണിംഗ് ഭാഗം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിന്റെ തെല്ലത്ത് നിൽക്കണ എക്സ്ട്രാ നിൽക്കണ പീസ് തുണി ഒന്ന് കട്ട് ചെയ്ത് കളയുക. അത് ആ പട്ടയുടെ ഇതാണ്, ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതേ കണ്ടോ നമ്മുടെ സ്ലീവ് ശരിയായിട്ടുണ്ട്. ഇതേമാതിരി തന്നെ അടുത്ത സ്ലീവ് നമുക്ക് ചെയ്യണം. ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ കാണിക്കുന്നില്ല.
ഓപ്പണിംഗ് ഭാഗം കണ്ടില്ലേ, കറക്റ്റ് 4.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പിട്ടേക്കുന്നത് കറക്റ്റ് ആ വിടത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവ് ചുരിദാറിന് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ സാധാരണ സ്ലീവ് ചുരിദാർ കൂട്ടിയടിക്കുന്ന പോലെയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഫ്രണ്ട് ആം ഹോളാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതേമാതിരി മറ്റേ സ്ലീവിൻ്റെയും അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ചുരിദാറിന് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. നമ്മുടെ സ്ലീവ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. ഇനി ഒരു സ്റ്റിച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു സ്റ്റിച്ചാണ് ഞാനിപ്പോൾ ചെയ്തത്. ഒരു സ്റ്റിച്ചും കൂടി, 2 സ്റ്റിച്ച് നമുക്ക് അതിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ ചെയ്യണ പോലെ തന്നെ സൈഡൊക്കെ കൂട്ടിയെടുക്കാം. ഇത് ഇവിടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബട്ടൺ വെച്ച് ആ ലൂപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സായിട്ട് അത്. ഇതൊരു കലങ്കാരി ഡ്രസ്സാണ്. നമുക്ക് കോട്ടണിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും. ഒരു സ്റ്റിഫായി നിൽക്കുന്ന തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിലായിട്ട് ഇത് കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. കണ്ടോ, ടീനേജിനായാലും ഏത് പ്രായക്കാർക്കായാലും ഇത് ഇടാം. നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമായിരിക്കും. ഇപ്പം ഞാനിത് ഡമ്മിമൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ നിങ്ങൾക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മടി കൂടാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേമാതിരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഇതേ കണ്ടോ, നമുക്ക് ഈ ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കാം. കണ്ടോ, കാരണം നല്ല ഭംഗിയൊക്കെ ഇല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.